ഡാർക്ക് മാറ്റർ ഈ ഒരു സീരീസ് കണ്ടു തുടങ്ങുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു ഫസ്റ്റ് എപ്പിസോഡ് കാണുന്ന സമയത്ത് ഇതൊരു സാധാ സീരീസ് അല്ല, ഇതിനകത്ത് ഒന്നുമില്ല എന്ന് തോന്നുന്ന സമയത്ത് ഒരു കിടിലൻ ട്വിസ്റ്റ് കൊണ്ടുവരുന്നു. പിന്നെ അങ്ങോട്ടൊരു ഡാർക്കിന് നമുക്ക് കിട്ടിയ വൈബാണ് ഈ സാധനത്തിൽ നിന്ന് കിട്ടുന്നത്. അത്രയ്ക്ക് കൺഫ്യൂസിങ് ആക്കാൻ സാധ്യതയുള്ളൊരു സ്റ്റോറി. ഇതിൽ 4 എപ്പിസോഡ് മാത്രമേ ഇത് റിലീസ് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് സീസണാണ്, 9 എപ്പിസോഡാണ് ഫസ്റ്റ് സീസണിലുള്ളത്. ആപ്പിൾ TV+ ആണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത് 2016 ഇറങ്ങിയ ഒരു നോവലിൻ്റെ ഒരു അഡാപ്റ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സീരീസിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെയ്സൺ എന്ന് പറയുന്ന ഒരു ആസ്ട്രോഫിസിസിസ്റ്റ്, പുള്ളി നമ്മൾ ആദ്യം കാണുന്ന ജെയ്സൺ എന്ന് പറയുന്നത് ഒരു സ്കൂൾ ടീച്ചറാണ്. പക്ഷേ പുള്ളി ആസ്ട്രോഫിസിക്സാണ്, പുള്ളി ഡാർക്ക് മാറ്ററിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളി ഒരു ബോക്സ് ഉണ്ടാക്കണം, അതായത് നമ്മൾക്ക് പാരലൽ സ്പേസിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ മൾട്ടിവേഴ്സിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരു ബോക്സ് ഉണ്ടാക്കണം എന്നുള്ള തോട്ടിലായിരുന്നു. ഇതേ സമയം ഒരു സമയമാകുന്ന സമയത്ത് നമ്മൾ വേറൊരു ജെയ്സനെ കാണുന്നുണ്ട്. ആ ജെയ്സൺ നമ്മളുടെ ഒറിജിനൽ ജെയ്സൺ എന്തൊക്കെ അച്ചീവ് ചെയ്യണമെന്ന് വിചാരിച്ചോ അതെല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതായത് മൾട്ടിവേഴ്സാണ് കാണിക്കുന്നത്. ഇപ്പം ഒരു പോയിൻ്റ് നമ്മളെടുക്കുന്ന ചോയ്സസാണ് പല ബ്രാഞ്ചസ് ഒരു മൾട്ടിവേഴ്സിനുണ്ടാകുന്നത്. ഇപ്പം എന്തെങ്കിലും ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരിടത്ത് എന്തെങ്കിലും പോകണം എന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മൾ പോയില്ല എന്നുണ്ടെങ്കിൽ അതൊരു പോയിൻ്റാണ്. അവിടുന്ന് 2 ബ്രാഞ്ചസ് ഉണ്ടാകും, പോയ ഒരു ബ്രാഞ്ചും പോകാതിരുന്ന ഒരു ബ്രാഞ്ചും. അങ്ങനെ 2 ടൈം ലൈൻ വരും. അങ്ങനെ ഒരു ടൈം ലൈനിൽ ഇതെല്ലാം അച്ചീവ് ചെയ്തൊരു ജെയ്സൺ ഈ ബോക്സ് റിയാലിറ്റിയിൽ ഉണ്ടാക്കുന്നു. പുള്ളി അവിടുന്ന് ട്രാവൽ ചെയ്ത്, അല്ലെങ്കിൽ പുള്ളി അവിടുന്ന് നമ്മളുടെ ജെയ്സൻ്റെ അവിടെ വന്നിട്ട് ഈ ജെയ്സനെ അബ്ഡക്റ്റ് ചെയ്തിട്ട് മറ്റേ വെളിയിൽ വിടുന്നു. പുള്ളി ഇവിടെ നിൽക്കുന്നു. അങ്ങനെയാണ് കഥ തുടങ്ങുന്നത്. ഫസ്റ്റ് എപ്പിസോഡിൽ ഇതൊക്കെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര കൺഫ്യൂസിങ് ആവും സാധനം. അതായത് എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത്? അതായത് പുള്ളി എടുത്തൊരു ഡിസിഷൻ കാരണമാണ്, ഒറിജിനൽ ജെയ്സൺ എടുത്തൊരു ഡിസിഷൻ കാരണമാണ് പുള്ളി ഈ ഒരു സ്കൂൾ ടീച്ചറാകുന്നത്. ഒരു ഫാമിലി ഡാനിയൽ എന്ന് പറയുന്ന തൻ്റെ ഫ്രണ്ടിനെ തന്നെ കല്യാണം കഴിച്ച് മകനുണ്ടാകുന്നു. അങ്ങനെ പോകുന്നു. വേറൊരു വേൾഡിൽ ഈ ഡാനിയലെ കല്യാണം കഴിക്കുന്നില്ല, ഡാനിയൽ വലിയൊരു ആർട്ടിസ്റ്റ് ആകുന്നു, ജെയ്സൺ ഇതേപോലെ വലിയ സയൻറ്റിസ്റ്റ് ആകുന്നു, ഈ ഒരു ബോക്സ് കണ്ടുപിടിക്കുന്നു. അങ്ങനെ പോകുന്നു. അങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് മൾട്ടിവേഴ്സസ്, അല്ലെങ്കിൽ അങ്ങനെ ചോയ്സസ് ഉണ്ടല്ലോ, നമുക്ക് കുറേ സാധനങ്ങളുണ്ട്. ഇൻഫിനിറ്റ് നമ്പറാണ്, അതിന് തീരുന്നില്ല. അത് ഈ ബോക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബോക്സിൽ കയറുന്നു, ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് നമ്മളൊരു ഹോൾവേയിലാണ് ചെല്ലുന്നത്. ആ ഒരു ഹോൾവേയിൽ കുറേ അധികം ഡോർ, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡോർസ് ഉണ്ട്. അതിലേതെങ്കിലുമൊക്കെ ഡോർ തുറക്കുന്ന സമയത്ത് ഇതിനകത്തെ ഓരോരോ പോസിബിലിറ്റീസിലായിരിക്കും നമ്മൾ ചെല്ലുന്നത്. അങ്ങനെ പോകുന്നതും ഈ നമ്മളുടെ ഒറിജിനൽ ജെയ്സൺ അപ്പുറത്തെ വീട്ടിലാണല്ലോ. അപ്പം അമാൻഡ എന്ന് പറയുന്ന അവിടുത്തെ ജെയ്സൻ്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് ഇവർ വീണ്ടും ഇതിനകത്ത് വരുന്നു. ഇതിനിടയ്ക്ക് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് വരുന്നു. ഇതെങ്ങനെ ഇത് കണ്ടുപിടിച്ച് ഒറിജിനൽ യൂണിവേഴ്സിൽ പോകണം, അല്ലെങ്കിൽ ആ ഒരു ഹോമിലേക്ക് പോകണമല്ലോ. അപ്പം അത് കണ്ടുപിടിക്കുന്നതും എങ്ങനെ ഇവിടെ ട്രാവൽ ചെയ്യാം, എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്നൊക്കെ കണ്ടുപിടിക്കുന്നതാണ് ഈ ഒരു സീരീസ് കാണിച്ചു പോകുന്നത്. 4 എപ്പിസോഡേ ഉള്ളെങ്കിലും 4 എപ്പിസോഡിൽ കിളി പറക്കും. സത്യം പറഞ്ഞാൽ കിളി പറക്കും. ഒരു ഡാർക്ക് വൈബ് കിട്ടും ഈ ഒരു സാധനം കാണുന്ന സമയത്ത്. അത്രയ്ക്ക് കിടിലൻ സ്ക്രിപ്റ്റിംഗ് ആണ് ഇതിൻ്റെ. ഇത് മൾട്ടിവേഴ്സ് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്, പാരലൽ യൂണിവേഴ്സ്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികളെന്നൊക്കെ ഈ 4ാമത്തെ എപ്പിസോഡിലാണ് നമുക്ക് തന്നെ ഒന്ന് മനസ്സിലായി വരുന്നത്. ഇത് ഇങ്ങനെയാണ് പരിപാടി നടക്കാൻ പോകുന്നത്, ഇനി എന്താണെന്നൊരു സാധനം നമുക്ക് വരില്ലേ. അത് ഓരോ എപ്പിസോഡിലും ഉണ്ട്. അങ്ങനെ ഓരോ വീക്കിലും ഓരോ എപ്പിസോഡ് വെച്ചിട്ടായിരിക്കും ഈ ഒരു സാധനം വരുന്നത്. ജൂൺ 26-നായിരിക്കും ഇതിൻ്റെ ഫിനാലെ വരുന്നത്. അപ്പം 4 എപ്പിസോഡേ ഉള്ളെങ്കിലും നിങ്ങളിപ്പോൾ കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റോട് ഓരോ വീക്കും പ്രതീക്ഷിച്ചിരുന്നിട്ട് പോയി കാണാം. അത്രയ്ക്കുള്ള സാധനമുണ്ട്. എനിക്ക് ഡാർക്കിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു സീരീസ് കാണുന്നത് ഇപ്പോഴാണ്. പ്രത്യേകിച്ച് ഡാർക്ക് മാറ്റർ, ആസ്ട്രോഫിസിക്സ്, മൾട്ടിവേഴ്സ്, പാരലൽ യൂണിവേഴ്സ്, അങ്ങനെയൊക്കെ സാധനങ്ങൾ. ഇതിനകത്ത് ടൈം ട്രാവൽ പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈം ട്രാവൽ പോസിബിലിറ്റിയും ഉണ്ട്. അതായത് ഓരോ ഡോറും ഓരോ പോസിബിലിറ്റിയിലോട്ടാണ് പോകുന്നത്. അപ്പം അത് എങ്ങനെയാണ് പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും പോകാം. അങ്ങനെ കുറേ സാധനങ്ങൾ ഇപ്പോഴും കൺഫ്യൂസിങ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇത് കൺഫ്യൂസിങ് മാറണമെന്നുണ്ടെങ്കിൽ അടുത്തടുത്ത എപ്പിസോഡുകൾ വരണം. എന്നാൽ ഇതുവരെയുള്ള എപ്പിസോഡിൽ 4 എപ്പിസോഡും ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. കിടിലൻ സ്ക്രിപ്റ്റിംഗ് ആണ് ഇത്. ആ ഒരു സാധനം എങ്ങനെ നമ്മളെ വിശ്വസിപ്പിക്കുക എന്ന് പറയുന്നൊരു സാധനമുണ്ട് ഈ ഒരു ഡാർക്ക് മാറ്റർ അല്ലെങ്കിൽ ഈ ഒരു മൾട്ടിവേഴ്സ്. അത് അവർ കറക്റ്റായിട്ട് സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും മിസ് ചെയ്യാതെ കാണേണ്ട, ഡാർക്ക് പോലുള്ള സീരീസുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യാതെ കാണേണ്ട ഒരു സീരീസ് ആയിരിക്കും ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത്. ആപ്പിൾ TV+ൽ ഈ ഒരു സീരീസ് അവൈലബിൾ ആണ്. ആപ്പിൾ TV+ ഇല്ലാത്തവർ ടെലഗ്രാമത്തിൽ പോയി ഡൗൺലോഡ് ചെയ്യുക, അവിടുന്ന് കാണുക.